ഇന്ത്യ ഓസ്ട്രേലിയ പെർത്ത് ടെസ്റ്റിന് മുമ്പ് വരെ ഇന്ത്യ ഈ പരമ്പര അടപടലം തോൽക്കുമെന്നാണ് ആരാധകരും വിമർശകരും മുൻ താരങ്ങളും ഒക്കെ കരുതിയിരുന്നതെങ്കിലും ഇന്ത്യയുടെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിവികൾക്കെതിരായ പരമ്പര ലോസിന് ശേഷം ആ ഉയർത്തെഴുന്നേൽപ്പ് അത്ഭുതകരമായിരുന്നു. ടെസ്റ്റ് പരമ്പരയിൽ സ്ഥിരം നായകൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച പേസ് ബോളർ ജസ്പ്രീത് ബുംറ മാസ്മരിക പ്രകടനത്തോടെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ മിന്നുന്ന ത്രസിപ്പിക്കുന്ന ജയമാണ് നേടിയത്. വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് വിൻ അഗെയിൻസ്റ്റ് ഓസീസ് ഇൻ ഓസ്ട്രേലിയ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ സമയത്ത് തന്നെ, ഈ ഒരു ആഘോഷത്തിൻ്റെ സമയത്ത് തന്നെ ആരാധകർ ആ വിജയത്തെ താരതമ്യപ്പെടുത്തിയത് ഇന്ത്യയുടെ ഗാബ വിജയത്തോട് കൂടിയാണ്. 3 വർഷം മുമ്പ് ഓസീസിന്റെ പൊന്നാപുരം കോട്ടയായ ഗാബയിൽ ഇന്ത്യ വെന്നിക്കൊടി പാറിച്ച ആ ഒരു ദിനം, ആ ഒരു മാച്ച്. ഇക്കുറിയും ഇന്ത്യ ഓസീസ് പരമ്പരയിലെ 3ാം ടെസ്റ്റ് ഗാബയിലാണ്. ചരിത്രം ആവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്ന് തന്നെയാണ് ആരാധകർ കൗതുകത്തോടെ വീക്ഷിക്കുന്നത്. അഡലൈഡിൽ നടക്കാനിരിക്കുന്ന 2ാം ടെസ്റ്റിന് മുമ്പ് നമുക്ക് ആ ഗാബ ടെസ്റ്റ് വിജയമൊന്ന് അയവിറക്കാമെന്ന് തോന്നുന്നു. RIP Australian cricket which died at the Gabba on January 19, 2021 എന്ന് ആ സമയത്ത് ക്രിക്കറ്റ് പ്രേമികൾ മുദ്രകുത്തിയ ആ ഒരു വിജയം. പിന്നീട് വിൻഡീസിന്റെ ഷമർ ജോസഫിന്റെ വന്യമായ പേസിൽ ഒരിക്കൽ കൂടി ഗാബയിൽ ഓസീസ് ടീം മുട്ടുകുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ആ വിജയം ഋഷഭ് പന്തിന്റെ, മുഹമ്മദ് സിറാജിന്റെ, ശുഭ്മാൻ ഗില്ലിന്റെ, ചേതേശ്വർ പുജാരയുടെ, വാഷിംഗ്ടൺ സുന്ദറിന്റെ ഒക്കെ ചങ്കൂറ്റത്തിൽ ഇന്ത്യ നേടിയ ഗാബ വിജയം ലോക ക്രിക്കറ്റ് ഭൂമികയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ഇന്ത്യ നേടിയ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു അത്. മുമ്പൊരിക്കൽ കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ സമയത്ത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ചായ താരമായ രവി ശാസ്ത്രി തന്റെ കരിയറിലെ ഐസിംഗ് ഓൺ ദി കേക്ക് നിമിഷമായി തെരഞ്ഞെടുത്തതും ഈ ഒരു ഗാബ വിജയ മൊമെന്റ് തന്നെയായിരുന്നു. രവിശാസ്ത്രി നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റുമായി അത്ര അധികം അഭേദ്യമായ ബന്ധമുള്ള താരമാണ് രവിശാസ്ത്രി. കളിക്കാരനായും കോച്ചായും ഒക്കെ കമന്റേറ്ററുമായൊക്കെ ഇന്ത്യൻ ടീമിലെ ഒരുപാട് മികച്ച നിമിഷങ്ങളിലൂടെ കടന്നുപോയ താരമാണ്. കപിലിന്റെ ചെകുത്താന്മാർ 83 ലോർഡ്സിലെ ബാൽക്കണിയിൽ ലോകകപ്പ് ഉയർത്തുമ്പോൾ ശാസ്ത്രിയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെയും നിരവധി ഇന്ത്യൻ ടീമിന്റെ ചരിത്ര മുഹൂർത്തങ്ങളിലെ ബാക്ക്ഗ്രൗണ്ട് ശബ്ദമായി കമന്ററി പറഞ്ഞ രവിശാസ്ത്രിയെ നമുക്കറിയാം. രവിശാസ്ത്രിയുടെ ആ ഒരു ശബ്ദം, അവിടെയെല്ലാം സാക്ഷിയായ ഒരു രവിശാസ്ത്രി, ഇന്ത്യയുടെ ചരിത്ര മുഹൂർത്തങ്ങളിലൊക്കെയും സാക്ഷിയായ രവിശാസ്ത്രി. MS ധോണി 2011 വേൾഡ് കപ്പിൽ 6 അടിച്ച് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുമ്പോൾ, യുവരാജ് സിംഗ് 6 സിക്സുകൾ 2007 T20 ലോകകപ്പിൽ അടിക്കുമ്പോൾ, അതുപോലെ ബെൻസൺ ആൻഡ് ഹെഡ്ജസ് കപ്പ് നേടിയപ്പോൾ എല്ലാം രവിശാസ്ത്രിയുടെ സാമീപ്യം ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ കരിയറിലെ ഐസിംഗ് ഓൺ ദ കേക്കായി ശാസ്ത്രി തെരഞ്ഞെടുത്ത ആ ഒരു മൊമെന്റ് ഗാബയിലെ അവസാന ദിവസം ഋഷഭ് പന്തിന്റെ ഷോട്ട് ഫിനിഷിംഗ് ലൈൻ കടന്ന ആ ഒരു മുഹൂർത്തമായിരുന്നു. ദാറ്റ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് മെഡൽ യു വിൽ എവർ ഗെറ്റ് എന്നാണ് ശാസ്ത്രി ആ ഒരു വിജയത്തെ, ആ ഒരു നിമിഷത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്. അന്ന് ഇന്ത്യയുടെ വിജയശില്പിയായ ഋഷഭ് പന്തിനോട് രോഹിത് ശർമ്മ ആ സമയത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: When you quit cricket, you will understand the importance of these innings because you don't know what you have done. ഇല്ല, നിനക്കിത് ഇപ്പോൾ മനസ്സിലാവില്ല. നീ ഇപ്പോൾ എന്താണ് ചെയ്തതെന്ന് നിനക്ക് അറിയില്ല. നീ വിരമിക്കുന്ന സമയത്തായിരിക്കും നിനക്ക് ഈ ഇന്നിങ്സിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാവുക എന്നാണ് രോഹിത് പറഞ്ഞത്. യെസ്, ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് വിജയങ്ങളിൽ ഒന്നായ ഗാബയിലെ ചരിത്ര വിജയം, ഋഷഭ് എന്ന യുവതാരം ഇന്ത്യക്കായി ഒരുക്കിയ ആ ഒരു ചരിത്ര വിജയം. അന്ന് ആ സമയത്ത് ഋഷഭ് പന്തിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള മുൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദ്ര സെവാഗിന്റെ ഒരു ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോയോട് കൂടിയുള്ള ഒരു മീമാണ് വീരേന്ദ്ര സെവാഗ് അന്ന് പങ്കുവച്ചത്. ഫോട്ടോയിൽ ഇന്നു മുതൽ മത്സരം നടന്ന ബ്രിസ്ബെയിൻ പന്ത് നഗർ എന്നറിയപ്പെടും എന്ന് എഴുതിയത് കാണാമായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം, പല നഗരങ്ങളുടെയും സ്റ്റേഡിയങ്ങളുടെയും എല്ലാം പേര് പുനർനാമകരണം ചെയ്തുകൊണ്ട് യോഗി ആദിത്യനാഥ് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആ ഒരു സമയമായിരുന്നു അത്. ഇതിനൊപ്പം സെവാഗ് ടീമിനെ തലമുറകളായി ലഭിക്കാത്ത ആ ഒരു വിജയത്തിൽ ടീമിനെ അഭിനന്ദിച്ച് മനോഹരമായ വരികളും എഴുതുകയുണ്ടായി. അന്ന് ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ ഏറ്റവും ആവേശം നിറഞ്ഞ പോരാട്ടമായിരുന്നു ഗാബയിൽ വെച്ച് നടന്നത്. പന്തിന്റെയും, ചേതേശ്വർ പുജാരയുടെയും, ശുഭ്മാൻ ഗില്ലിന്റെയും, മുഹമ്മദ് സിറാജിന്റെയും, യുവതാരങ്ങളായ വാഷിംഗ്ടൺ സുന്ദർ, അതുപോലെ ഷർദുൽ താക്കൂർ എന്നിവരുടെ എല്ലാം കളി മികവിലായിരുന്നു അന്ന് ഇന്ത്യ ഗാബയിൽ വിജയം കൊയ്തത്. ആ വിജയത്തിന് ചുക്കാൻ പിടിച്ചതാവട്ടെ ഋഷഭ് പന്ത് എന്ന യുവ വിക്കറ്റ് കീപ്പറായിരുന്നു. ആ ഒരു ഇന്ത്യൻ വിജയത്തിൽ മുൻ കളിക്കാരിൽ നിന്നും അതുപോലെ ക്രിക്കറ്റ് ആരാധകരിൽ നിന്നുമൊക്കെ ഏറെ പ്രശംസ ഏറ്റുവാങ്ങിയ താരമായി മാറുകയുണ്ടായി അന്ന് വിജയത്തിന് ചുക്കാൻ പിടിച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത്. T20 മത്സരം പോലെ ആവേശകരമായ ക്ലൈമാക്സിൽ 3 വിക്കറ്റിനാണ് കങ്കാരുപടയെ ഇന്ത്യയുടെ അത്രയൊന്നും പരിചയ സമ്പന്നരല്ലാത്ത നിര അന്ന് മുട്ടുകുത്തിച്ചത്. അതോടെ 2-1 ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ നിലനിർത്തുകയും ചെയ്തു. അന്ന് 4ാം ഇന്നിംഗ്സിൽ ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ പന്ത് 138 പന്തുകളിൽ 9 ബൗണ്ടറികളും ഒരു സിക്സും അടക്കം 89 റൺസ് പുറത്താവാതെ നിൽക്കുകയുണ്ടായി. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് കൂടിയായിരുന്നു അന്ന് ഋഷഭ് പന്ത്.
നമുക്കറിയാം 88-ന് ശേഷം 1988-ന് ശേഷം ആദ്യമായാണ് ഗാബയിൽ ഓസീസ് തോൽവിയുടെ രുചി എന്ന് അനുഭവിച്ചത്. ഇന്ത്യ ടെസ്റ്റിൽ 36 റൺസിന് ഓൾ ഔട്ടായ ആദ്യ ടെസ്റ്റ് മുതൽ ഓസ്ട്രേലിയയുടെ ഗാബയിലെ അജയ്യത അവസാനിപ്പിച്ച അവസാനത്തെ ടെസ്റ്റ് വരെയുള്ള അനവധി മനോഹര നിമിഷങ്ങളാണ് ആ പര്യടനത്തിൽ ക്രിക്കറ്റ് പ്രേമികൾക്ക് ലഭിച്ചത്. ഓസ്ട്രേലിയയുടെ സ്റ്റേഡിയത്തിൽ നമുക്കറിയാം ഇന്ത്യൻ കളിക്കാർക്കെതിരെ ഉണ്ടായ വംശീയ അധിക്ഷേപങ്ങളെ ചെറുത്തുകൊണ്ടും പരുക്ക് വലച്ച ടീമിൽ എത്തിയ പുതുമുഖങ്ങളെ ചേർത്ത് പിടിച്ചും സ്ഥിരം നായകനായിരുന്ന വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ പകരക്കാരൻ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ നടത്തിയ പോരാട്ടവും ഒക്കെ ആ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 2-1 എന്ന ആ ഒരു വിജയം. അപ്പോൾ ഈ ഗാബ ടെസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിന് മുമ്പത്തെ 3-ാം ടെസ്റ്റിൽ ഓസീസ് ക്യാപ്റ്റൻ ടിം പെയിനാണ് വെല്ലുവിളിയുമായി ഇന്ത്യയെ പ്രകോപിപ്പിച്ചത്. ആ സമയത്ത് ഇന്ത്യൻ സ്പിന്നറായ രവിചന്ദ്ര അശ്വിനുമായി നടത്തിയ ഒരു ഉരസലിനിടെ ഗാബയിലേക്ക് വാ കാണിച്ചു തരാമെന്ന് ടിം പെയിൻ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 33 വർഷമായി ഓസ്ട്രേലിയ തോൽവി അറിയാത്ത ഗ്രൗണ്ടായിരുന്നു ഗാബ. അതായിരുന്നു 4-ാം ടെസ്റ്റ് അവസാനം വരെയും അന്ന് ഗാബ. അതിനു മുമ്പ് 1988-ലാണ് ഓസ്ട്രേലിയ ഗാബയിൽ തോൽക്കുന്നത്. ആ സമയത്ത് പര്യടനത്തിന് എത്തിയ വെസ്റ്റ് ഇൻഡീസ് 9 വിക്കറ്റിനാണ് ഓസീസിനെ അന്ന് 88-ൽ പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയുടെ 6 വിക്കറ്റുകൾ എടുക്കുകയും 19 റൺസ് അടിച്ചു പോവുകയും ചെയ്തുകൊണ്ട് കേഡ്ലി ആംബ്രോസ് ആയിരുന്നു അന്ന് മാൻ ഓഫ് ദി മാച്ച് ആയത്. പിന്നീട് 33 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ വെല്ലുവിളിച്ച ഗാബയിൽ ഇന്ത്യ ചരിത്ര വിജയം നേടിയപ്പോൾ ICC ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ മാത്രം മതിയായിരുന്നു ഓസ്ട്രേലിയയുടെ 2 തോൽവികൾക്കിടയിലെ ആ ഒരു കാലം മനസ്സിലാക്കാൻ. അന്ന് ICC ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. ഇതിനു മുമ്പ് 88-ൽ ഓസ്ട്രേലിയ ഗാബയിൽ തോൽക്കുമ്പോൾ ആ സമയത്ത് ജോർജ് H.W. ബുഷ്, അതായത് ജോർജ് ബുഷിന്റെ പിതാവ്, അദ്ദേഹം US പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. ബോൺ ജോവിയുടെ ബാഡ് മെഡിസിൻ ആണ് ആ സമയത്ത് സംഗീത ചാർട്ടുകളിൽ ഒന്നാമത് എത്തിയിരുന്നത്. വിരാട് കോഹ്ലിക്ക് ആ സമയത്ത് പ്രായം വെറും 16 ദിവസം മാത്രമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കാൻ അന്ന് 1 വർഷം കൂടി ബാക്കിയായിരുന്നു. 33 വർഷം മുമ്പുള്ള കാലം ഓർത്തെടുത്തുകൊണ്ടുള്ള ICCയുടെ ആ ട്വീറ്റ്. ഗാബയിൽ നിന്ന് ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ തകർന്നപ്പോൾ 7-ാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദർ അതുപോലെ സർദുൽ താക്കൂർ സഖ്യം നടത്തിയ ആ പോരാട്ടം, 211 പന്തുകൾ നേരിട്ട് 56 റൺസ് നേടിയ പുജാരയുടെ പോരാട്ടം, സെഞ്ചുറിയോളം പോന്ന ഗില്ലിന്റെ ഇന്നിംഗ്സ്, സിറാജിന്റെ 5 വിക്കറ്റ് നേട്ടം, 2-ാം ഇന്നിംഗ്സിൽ 29 പന്തിൽ 22 റൺസ് നേടി വിജയത്തിലേക്ക് എളുപ്പമാക്കിച്ച വാഷിംഗ്ടൺ സുന്ദറിന്റെ ഇന്നിംഗ്സ്, പിന്നെ ഋഷഭ് പന്തിന്റെ മനോഹരമായ ഇന്നിംഗ്സ് എന്നിങ്ങനെ ഒരുപാട് താരങ്ങൾ ചേർന്നുകൊണ്ടാണ് അന്ന് ഗാബയിൽ ഓസ്ട്രേലിയയുടെ 32ാമത്തെ ജയം എന്ന അതിമോഹം തകർത്തുകൊണ്ട് പുതിയ ചരിത്രം എഴുതിയത്. ആ ടെസ്റ്റിൽ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നില്ല, ബുംറ ഉണ്ടായിരുന്നില്ല, മുഹമ്മദ് ഷമി, ഇവരൊന്നും ഇല്ലാതിരുന്നിട്ടും ഗംഭീര ജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചു. ആ ടെസ്റ്റിലെ സ്കോർ നില നോക്കുമ്പോൾ ഓസീസ് ആദ്യ ഇന്നിംഗ്സിൽ 369, 2-ാം ഇന്നിംഗ്സിൽ 294, ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 336, 2-ാം ഇന്നിംഗ്സിൽ 329. വിജയിക്കാൻ 329 റൺസ് എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 4 എന്ന സ്കോറിലാണ് അവസാന ദിനം തുടങ്ങിയത്. ഇന്ത്യ പ്രതീക്ഷിച്ച തുടക്കമല്ല അന്ന് ആദ്യ സെഷനിൽ ലഭിച്ചത്. വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് അന്ന് ആദ്യം നഷ്ടമായത്. എന്നാൽ മറുഭാഗത്ത് ശുഭ്മാൻ ഗിൽ തന്റെ പ്രതിഭ വെളിവാക്കുന്ന ഇന്നിംഗ്സാണ് പുറത്തെടുത്തത്. 146 പന്തിൽ 91 റൺസ് നേടിയ ഗിൽ ഇന്ത്യയെ വിജയത്തോട് അടുപ്പിച്ചിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ എല്ലാ മനോഹാരിതയും നിറഞ്ഞ ചേതേശ്വർ പുജാരയുടെ ഇന്നിംഗ്സാണ് അക്ഷരാർത്ഥത്തിൽ ഓസീസിനെ അന്ന് ജയത്തിൽ നിന്നും അകറ്റിയത്. ശരീരത്തിൽ മുഴുവൻ അന്ന് പന്ത് കൊണ്ടിട്ടും അക്ഷമനായി പോരാടിയ പുജാര തോൽക്കില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കളം വിട്ടത്. 211 പന്തുകൾ നേരിട്ട് പുജാര അന്ന് നേടിയത് 56 റൺസാണ്. പിന്നീട് നിയന്ത്രണം ഏറ്റെടുത്ത ഋഷഭ് പന്ത് 138 പന്തിൽ 89 റൺസ് നേടി ഇന്ത്യയെ വിജയ തീരമെത്തിക്കുന്നു. 9 ഫോറുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 6ഉം അടങ്ങുന്നതായിരുന്നു പന്തിന്റെ ഇന്നിംഗ്സ്. ഏറെക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിന് ആഘോഷിക്കാനുള്ള വക നൽകിയിട്ടായിരുന്നു ആ 5 ദിവസത്തെ ആവേശ പോരാട്ടത്തിനൊടുവിൽ ബ്രിസ്ബെയിനിലെ ഗാബയിൽ ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. മത്സരം അവസാനിക്കാൻ വെറും 18 പന്തുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു 3 വിക്കറ്റിന് ഗാബയിൽ ഇന്ത്യ ചരിത്ര വിജയം സ്വന്തമാക്കിയത്. അന്നത്തെ ഓസ്ട്രേലിയയുടെ കോച്ചും സർവ്വപ്രതാപിയുമായിരുന്ന ജസ്റ്റിൻ ലാംഗറെ കൊണ്ട് നെവർ എവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ ഇന്ത്യൻസ് എന്ന് പറയിപ്പിച്ച ആ ഒരു വിജയം, ഗാബയിലെ ചരിത്ര വിജയം.